ഗുരുവായൂർ അമ്പലനടയിൽ എന്ന സിനിമയുടെ വിശേഷങ്ങളുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. ഈ സിനിമയുടെ പോസിറ്റീവ് നെഗറ്റീവ് വശങ്ങളിലേക്ക് തന്നെ ആദ്യം കിടക്കുക. ആദ്യം തന്നെ പോസിറ്റീവ് വശം പറയുകയാണെങ്കിൽ ബാസിൽ ജോസഫ് സൂപ്പർ കിട്ടു അയക്കുന്നു. അടിപൊളി, ഒരു രക്ഷയില്ലാത്ത അഭിനയമാണ്. അടിപൊളിയുണ്ട് ബാസിൽ ജോസഫ്. പിന്നെ അതുപോലെ തന്നെ പൃഥ്വിരാജിനെ പിന്നെ പറയണ്ടല്ലോ. പൃഥ്വിരാജും വളരെ നന്നായിട്ട് തന്നെ സിനിമയിൽ പെർഫോമൻസ് ചെയ്തിട്ടുണ്ട്. പിന്നെ സിനിമയിൽ ഒരു നല്ല അടിപൊളി ഒരു പാട്ടുണ്ട്, ഹാർട്ട് ബീറ്റ് എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്. അത് അടിപൊളി പാട്ടാണ്. ബാക്കി പാട്ടുകളൊക്കെ കുഴപ്പമില്ല, പക്ഷേ ആ പാട്ട് മാത്രം വളരെ നന്നായിട്ടുണ്ട്. പിന്നെ BGM ആയിട്ട് ഇടയ്ക്കിടെ പഴയ സിനിമാ ഗാനങ്ങൾ ഇങ്ങനെ വരുന്നുണ്ട്, അതും കേൾക്കുമ്പോൾ നല്ല രസമുണ്ട്. ഇത്ര മാത്രമേ എനിക്ക് സിനിമയിൽ പോസിറ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. ഇനി നെഗറ്റീവ് പറയുകയാണെങ്കിൽ ഈ സിനിമയിൽ ബാസിൽ ജോസഫിൻ്റെ അനിയൻ കഥാപാത്രം തീരെ പോരാ. അതുപോലെ തന്നെ ഷംസു മായിൻകുട്ടി എന്ന പേര് 2 ഫ്രണ്ട്സ് ഉണ്ട്, അവരും തീരെ പോരാ. എവിടുന്ന് കിട്ടിയാവോ ഇവരെ 3 പേരെയും? എനിക്ക് തോന്നുന്നു സംവിധായകൻ്റെ വല്ല ബന്ധുക്കളായിട്ടായിരിക്കും. 3 പേരും തീരെ പോരാ. പിന്നെ കോമഡിക്ക് വേണ്ടിയിട്ട് തമിഴിൽ നിന്ന് യോഗി ബാബുവിനെ കൊണ്ടുവന്നിട്ടുണ്ട്, പക്ഷേ അതും വർക്കൗട്ടായിട്ടില്ല. പിന്നെ വേറെ പറയാനുള്ളത്, ഗുരുവായൂർ അമ്പലനടയിൽ വെച്ച് കുറേ നാടകീയ രംഗങ്ങളും ചിരിക്കാത്ത കുറേ കോമഡികളുണ്ട്. പിന്നെ ക്ലൈമാക്സ് നന്ദനം സിനിമയെയും കൃഷ്ണയെയും കളിപ്പിച്ച പോലെയാണ് എൻഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ സത്യം പറഞ്ഞാൽ ഈ പൃഥ്വിരാജിന് കോമഡി തീരെ വർക്കൗട്ട് ആവണില്ല. ഇതിപ്പം മമ്മൂട്ടി ഡാൻസ് കളിക്കണ പോലെയാണ്, പൃഥ്വിരാജിന് തീരെ കോമഡി വർക്കൗട്ട് ആവില്ല. പിന്നെ ആടുജീവിതം എന്ന പോലെ ഒരു സൂപ്പർ സിനിമേൻ്റെ ഇടയിലുള്ള ഇങ്ങനൊരു സിനിമ ഇറക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല. ഈ ഒരു സിനിമ ആടുജീവിതത്തിൻ്റെ ആ ഒരു പേര് പോലും എടുത്ത് കളയുന്ന രീതിയിലുള്ള ഒരു സിനിമയിൽ പോയി. ഒരു കല്യാണത്തിൻ്റെ ഇടയിലുള്ള കുറേ ഊള കോമഡികളും അടങ്ങിയ ഒരു പൊറാട്ട് നാടകം വായിച്ച സിനിമയാണ് ഈ ഗുരുവായൂർ അമ്പലനടയിൽ എന്ന് ഒറ്റ അടിക്ക് പറയാൻ പറ്റും. നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയുക. എൻ്റെ അഭിപ്രായം ഇങ്ങനെയാണ്. അപ്പോൾ പുതിയ സിനിമാ വിശേഷങ്ങളുമായി ഉടൻ വരും. അപ്പോഴേക്കും എല്ലാവർക്കും നമസ്കാരം, ബൈ.